ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഗൈസ് അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഗൈസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് അങ്ങനെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു. ഇന്നലെ ഉദ്ഘാടനവും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രം 12 റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളം മൊത്തം 62 റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ സ്മാർട്ട് സിറ്റി റോഡുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയാൻ നീട്ടുന്നില്ല. നമ്മൾ ഒരു 5 മിനിറ്റ് കുറഞ്ഞ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് പോയിന്റ്സും പിന്നെ നമ്മുടെ റോഡിന്റെ ഫീച്ചേഴ്സും ആദ്യം നോക്കാം. പിന്നെ കുറച്ച് നെഗറ്റീവ് പോയിന്റ്സും ഇനി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് പോയിന്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഫീച്ചറാണ് നമ്മുടെ സൈക്കിൾ പാത്ത്. നിങ്ങൾ കണ്ടു കാണും, ഒരു പച്ച കളറിങ്ങിൽ റോഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ പാത്ത്. പിന്നെ നമ്മുടെ എല്ലാ റോഡിലും എല്ലാ സ്മാർട്ട് സിറ്റിയിലും കാണുന്ന ഫുട് പാത്ത് ഉണ്ട്. പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ലാംപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമ്മളെ കണ്ണിലോട്ട് അടിച്ച് കാഴ്ച നമുക്ക് കാഴ്ച നേരെ ഫ്രണ്ടിലോട്ട് നോക്കി വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മളൊരു ഇങ്ങനെ ഒരു പച്ച കളർ പില്ലർ പോലത്തെ ഒരു സാധനം വച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. വാഹന യാത്രക്കാർക്ക് എതിർദിശയിലുള്ള വാഹനത്തിലെ വെളിച്ചമടിച്ച് കാഴ്ച പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആന്റി ഗ്ലെയർ മീഡിയൻ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അതിന്റെ പുറകെ എന്തോ സയൻസും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നതായിരിക്കും അതിന്റെ വർക്കിങ്ങിന് വേണ്ടി. പിന്നെ നമുക്ക് ഫുട്പാത്ത്സ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇലക്ട്രിസിറ്റി ലൈൻസ് ഇല്ല. അതേപോലെ തന്നെ ഗ്യാസ് നമ്മുടെ റോഡിന്റെ അടി കൂടെയാണ്. ഇലക്ട്രിസിറ്റി ലൈൻസ് റോഡിന്റെ അടി കൂടെയാണ് എല്ലാ സ്മാർട്ട് സിറ്റിയിലും ഉള്ളതുപോലെ. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ്. പിന്നെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് കളയാൻ വേണ്ടി ബിൻസ് ഓരോരോ സ്ഥലത്തും വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളക്കെട്ട് വരാതിരിക്കാൻ വേണ്ടി അത് നല്ല സംഭവമാണ്. കുറച്ച് മീറ്റേഴ്സ് ഇടവിട്ട് ഒരു ചെറിയ ഹോൾ പോലത്തെ സംഭവമുണ്ട്. അതുവഴി വെള്ളം ഓടയിൽ കൂടെ പൊയ്ക്കോളും. അപ്പോൾ വെള്ളക്കെട്ട് റോഡിൽ വരില്ല. പിന്നെ വരുന്നത് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സ് നമ്മൾ കുറച്ച് വർഷം മുമ്പേ വച്ചതാണ്. ആ ലൈറ്റ് തന്നെയാണ് ഇപ്പോഴും. അത് മുമ്പേ വച്ചതായതുകൊണ്ട് അങ്ങനെ കൂടുതൽ സമയം എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോഴും കുറച്ച് പണി നടക്കുകയാണ്. എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വഴുതക്കാട് തൊട്ട് വെള്ളയമ്പലം വരെയുള്ള റോഡ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കറക്റ്റ് ഒരു സ്മാർട്ട് സിറ്റി റോഡ് തന്നെയാണ്. നല്ല വൃത്തിയുള്ള നല്ല കിടിലൻ റോഡാണ്. അപ്പോൾ ഇതുപോലത്തെ 12 റോഡുകളാണ് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രം ചെയ്തത്. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് പോയിന്റ്സ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സ് ഞാൻ ഏകദേശം കവർ ചെയ്തു. അപ്പോൾ ഞാനൊന്ന് ഒരു കൺക്ലൂഷൻ പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയ നിങ്ങൾക്ക് അറിയാൻ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്താൽ അതിൻ്റെ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് വ്യൂ കുറയും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ 5 മിനിറ്റ് വീഡിയോ ഇടുന്നത് തന്നെ കൂടിപ്പോയി ഒരു 50-60 പേരാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെഗറ്റീവ് പോയിന്റ്സ് പറയാം. അപ്പോൾ ഇനി നെഗറ്റീവ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ് നമ്മുടെ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റിയിൽ ഫുൾ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ സ്മാർട്ട് സിറ്റി റോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇടവിട്ട് ഓരോ സ്ഥലങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തമ്പാനൂർ ട്രിവാൻഡ്രത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അവിടെ സ്മാർട്ട് സിറ്റി റോഡൊന്നും ചെയ്തിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് വികസനമൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, നമ്മുടെ ബസ്സിന്റെ എൻട്രിയിലും എക്സിറ്റിലും ബസ് കയറുന്ന വഴിയിലും ഇറങ്ങുന്ന വഴിയിൽ സ്റ്റോപ്പിൽ കയറുന്ന വഴിയിലും ഇറങ്ങുന്ന വഴിയിലും ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത്. വേറെ തമ്പാനൂരിൽ വേറെ ഒന്നും ഡെവലപ്മെന്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് ആയിട്ട് പിന്നെ കുറച്ച് ബസ്സുകളും കൊണ്ടുവന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ റോഡിന്റെ മെയിൻ്റനൻസ്. അപ്പോൾ ഏകദേശം ഒരു 2-3 വർഷം മുമ്പേ പണി കഴിഞ്ഞ സ്മാർട്ട് സിറ്റി റോഡുകളെല്ലാം ഇപ്പോൾ വെട്ടിയും കുഴിച്ചും ഒക്കെ ഇട്ടേക്കാണ്. ഫുൾ അങ്ങനെ വെട്ടിയും കുഴിച്ചില്ല, എന്നാലും കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് കിടക്കുകയാണ് പല സ്ഥലത്തും. അപ്പോൾ മെയിൻ്റനൻസ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇനി നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ എങ്ങനെ ഈ റോഡിനെ കൊണ്ടുപോകുമെന്ന് നമുക്ക് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല നെഗറ്റീവ് പോയിന്റ്സും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ പക്ഷേ ഓവറോൾ എല്ലാം ക്ലിയറാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ റോഡിന്റെ ആ ഫിഗറും എല്ലാം കണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മൊത്തം 1200 കോടി രൂപ ചെലവിലാണ് ഈ 12 റോഡുകൾ ചെയ്തേക്കുന്നത്. 180 കോടി ചെലവിലാണ് 21.34 കിലോമീറ്റർ റോഡാണ് പൂർത്തിയായത്. തിരുവനന്തപുരത്ത് മാത്രം 180 കോടി രൂപയ്ക്കാണ് ചെയ്തേക്കുന്നത്. കേരളത്തിൽ മൊത്തം 62 റോഡുകൾ 1200 കോടി രൂപയ്ക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും ഇതേപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തിനെ പറ്റി ഇനിയും നമ്മുടെ പോർട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ വീഡിയോ വരാനുണ്ട്, എയർപോർട്ടിൻ്റെ വരാനുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിനെ പറ്റി എന്തറിയണം അതെല്ലാം താഴെ കമൻറ്റ് ചെയ്തോ, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഡൈകാസ്റ്റിൻ്റെ വീഡിയോസും നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളൊരാളുടെ കമൻറ്റ് നമ്മൾ നോക്കിയിരുന്നു, അതിന് റിപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നത് ഹോട്ട് വീൽസിൻ്റെ ബ്ലാക്ക് ഹോഴ്സ് എഡിഷൻ മസ്താങ് വാങ്ങിച്ച് റിവ്യൂ ഇടണമെന്നാണ്. അപ്പോൾ ബ്ലാക്ക് ഹോഴ്സ് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു പീസാണ് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് അത് വാങ്ങിച്ച് വീഡിയോ ഇടാൻ അത്രയും പൈസ നമ്മളെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ വ്യൂസും കൂടെ കൂട്ടുക, സബ്സ്ക്രിപ്ഷനും കൂട്ടുക. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതുപോലത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അഭിനവ് സൈനിങ് ഓഫ്.